നമസ്കാരം. KSRന്റെ 26ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഡെബിറ്റഡ് ഇൻ ദ ലീവ് അക്കൗണ്ട്? താഴെ പറയുന്നവയിൽ ലീവ് അക്കൗണ്ടിൽ കുറവ് ചെയ്യേണ്ടാത്തത് ഏതാണ്? അപ്പൊ അത് ഞാൻ വായിക്കാം. ലീവ് നോട്ട് ഡ്യൂ, കുറവ് ചെയ്യണം. കമ്മ്യൂട്ടർ ലീവ് അക്കൗണ്ടിൽ കുറവ് ചെയ്യേണ്ടതാണ്. ഹാഫ് പേ ലീവ് അക്കൗണ്ടിൽ കുറവ് ചെയ്യേണ്ടതാണ്. എന്നാൽ മെറ്റേണിറ്റി ലീവ് അങ്ങനെ ഒരു കുറവ് ചെയ്യേണ്ടതല്ല. അത് വെറും ഒരു റണ്ണിങ് എൻട്രി മാത്രം നടത്തിയാൽ മതി. അപ്പൊ ഇവിടെ കുറവ് ചെയ്യേണ്ടാത്തത് മെറ്റേണിറ്റി ലീവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാമിലി ഫോർ DCRG ഇൻ റെസ്പെക്ട് ഓഫ് എ മെയിൽ എംപ്ലോയി ഡസ് നോട്ട് ഇൻക്ലൂഡ്. DCRGക്കുള്ള കുടുംബം എന്ന ഒരു വാക്കില് ഒരു മെയിൽ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ആരാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഫാമിലി ഫോർ DCRG ഇൻ റെസ്പെക്ട് ഓഫ് എ മെയിൽ എംപ്ലോയി. അപ്പോ DCRG ഈ അർഹതയുള്ള ഫാമിലി മെമ്പർ എന്നാണ് പറയുന്നത്. അപ്പോ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചു പോയി കഴിഞ്ഞാൽ DCRG കിട്ടും. ആ DCRGക്ക് ഫാമിലി മെമ്പേഴ്സിന് അർഹതയുണ്ട്. അത് താഴെ പറയുന്നവയിൽ അർഹതയില്ലാത്തത് ആരാണെന്നാണ്. ഒന്ന്, മാരീഡ് ഡോട്ടർ കൊടുക്കാം, വൈഫ് കൊടുക്കാം, ബ്രദേഴ്സ് കൊടുക്കാം. ലീഗലി സെപ്പറേറ്റഡ് വൈഫ്, അവർക്ക് ആണ് അർഹതയില്ലാത്തത്. ലീഗലി സെപ്പറേറ്റഡ് വൈഫിനാണ് അർഹതയില്ലാത്തത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An officer halted at an outstation for 30 hours. His daily allowance for halties. ഒരു ഉദ്യോഗസ്ഥൻ ഔട്ട് സ്റ്റേഷനിൽ 30 മണിക്കൂർ ചെലവഴിച്ചു, ഹോൾട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര DA കിട്ടുമെന്നാണ്. നമുക്കറിയാം 24 മണിക്കൂറിനാണ് ഒരു DA. പിന്നെ 6 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ അര DA, 12 മുതൽ 24 വരെ ഒരു DA, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 30 മണിക്കൂറാണ്. അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. 30 മണിക്കൂർ എന്ന് പറയുമ്പോൾ 24 കഴിഞ്ഞ് പിന്നെ ഒരു 6 മണിക്കൂറേ ഉള്ളൂ. 6 മണിക്കൂർ വരെ DA ഇല്ല എന്നുള്ളതാണ് സത്യം. 6 മണിക്കൂറിന് മുകളിൽ 12 മണിക്കൂറിൽ താഴെയാണെങ്കിൽ അര DA കിട്ടും, ഹോൾട്ട്. അപ്പൊ ഇവിടെ 30 മണിക്കൂറിന് 1.5 DA കിട്ടുന്നില്ല, മറിച്ച് 1 DA മാത്രമേ കിട്ടുന്നുള്ളൂ. ശ്രദ്ധിക്കണം, ചോദ്യം ഒരു ആപ്ലിക്കേഷൻ പോലത്തെ ചോദ്യമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം നമ്പർ ഓഫ് ഏൺ ലീവ് ദാറ്റ് ക്യാൻ ബി സറണ്ടർഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. റിട്ടയർമെന്റ് സമയത്ത് പരമാവധി എത്ര ലീവ് വരെ സറണ്ടർ ചെയ്യാം? 300 ദിവസം. 300 ഡേയ്സ് ഓഫ് ഏൺ ലീവ് ക്യാൻ ബി സറണ്ടേർഡ്. അപ്പൊ അതിനാണ് നമ്മൾ ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. ടെർമിനൽ സറണ്ടർ മാക്സിമം 300 ദിവസമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് എമോലുമെന്റ്സ് ഫോർ പെൻഷൻ ഈസ് ദ ആവറേജ് ഓഫ് ലാസ്റ്റ് ഡാഷ് മന്ത് എമോലുമെന്റ്സ് പ്രയർ ടു റിട്ടയർമെന്റ്. ശരാശരി എമോലുമെന്റ്സ് എടുത്തിട്ടാണ് പെൻഷൻ കണക്കാക്കുന്നത്. അപ്പൊ ശരാശരി എമോലുമെന്റ്സ് എന്ന് പറയുന്നത് അവസാനത്തെ എത്ര മാസത്തെ കണക്കാണെന്ന ചോദ്യം. റിട്ടയർമെന്റിന് തൊട്ട് മുമ്പുള്ള 10 മാസത്തെ ശരാശരി ബേസിക് പേ എടുത്തിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ആ റിട്ടയർമെന്റ് മാസം അടക്കം. ഇപ്പം ഒരു ജൂലൈ 25-നാണ് ഒരാളുടെ റിട്ടയർമെന്റ് എങ്കിൽ, ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ, അയാൾ ജൂലൈ 31 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുക. അപ്പൊ ആ ജൂലൈ മുതൽ പുറകോട്ട് എടുക്കും, 10 മാസം എടുക്കുക. ആ 10 മാസത്തെ ശരാശരി ബേസിക് പേ ആണ് 10 മാസത്തെ എടുക്കുക പെൻഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An officer was late in attending office without permission of 3 days. If he had no casual leave to be forfeited, what is the action to be taken? നല്ല ചോദ്യമാണ്. അതായത് നമ്മളൊരു ഉദ്യോഗസ്ഥൻ 3 ദിവസം, ഒരു കലണ്ടർ വർഷത്തിൽ 3 ദിവസം ലേറ്റ് ആയിട്ട് വന്നാൽ അയാൾക്ക് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു കാഷ്വൽ ലീവ് മൈനസ് ചെയ്യാം, കുറയ്ക്കാം. എന്നാൽ അയാളുടെ അക്കൗണ്ടിൽ കാഷ്വൽ ലീവ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫീസർ തീരുമാനിച്ചെന്ന് വെച്ചാൽ എന്ത് ചെയ്യും എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങ് തീരുമാനിക്കുകയാണ്, എന്താ, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കാഷ്വൽ ലീവ് ഒന്നും ഇല്ലല്ലോ, എവിടെ വെച്ചാൽ ഈ ഹെഡ് ഓഫ് ഓഫീസ് കുറയ്ക്കുന്നതെന്നൊന്ന് നോക്കട്ടെ. ഞാൻ കുറേ ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടേ വരുള്ളൂ.
അപ്പോൾ 3 ദിവസത്തിന് ഒരു ക്യാഷ് ലീവ് വെച്ച് കുറയ്ക്കുമല്ലോ. അത് എൻ്റെ അക്കൗണ്ടിൽ ഇനി ക്യാഷ് ലീവ് ബാക്കിയില്ല. അപ്പോൾ എവിടെ ഇട്ട് കുറയ്ക്കും? എന്നാ ഒന്ന് കാണട്ടെ എന്ന് ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അതിനൊക്കെ റൂളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഒരു അക്കൗണ്ടിൽ ക്യാഷ് ലീവ് ഇല്ലാതിരിക്കുകയും ഉദ്യോഗസ്ഥൻ തുടർച്ചയായിട്ട് ലേറ്റായി വരികയും ചെയ്താൽ അയാൾക്ക് എന്ത് ആക്ഷനാ എടുക്കാൻ കഴിയാന്നാണ് ചോദ്യം. ഡിസിപ്ലിനറി ആക്ഷൻ അണ്ടർ CCA റൂൾസ് 1960 മേ ബി ടേക്കൺ. 1960 ഡിസിപ്ലിനറി റൂൾസ് വെച്ചിട്ട് നടപടി എടുക്കണം എന്നാണ്, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം എന്നാണ് ഉത്തരം. മനസ്സിലായല്ലോ? ഡിസിപ്ലിനറി ആക്ഷൻ ആണ് അത്തരം സാഹചര്യത്തിൽ. ക്യാഷ് ലീവ് ഇല്ലാതിരിക്കുകയും തുടർച്ചയായി ലേറ്റായി വരികയും ചെയ്താൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടതാണ്. ഓക്കെ. An officer whose date of birth is 1/4/1970 will retire at the age of 56 years old. ഒരു ഉദ്യോഗസ്ഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1/4/1970 ആണ്. നമുക്കറിയാം 1-ാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് വന്നാൽ അയാൾ റിട്ടയർ ചെയ്യുന്നത് തൊട്ട് തലേന്നായിരിക്കും. 56 വയസ്സ് കഴിഞ്ഞ് 31/3/2026 അയാൾ റിട്ടയർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈൽ ആൻ എംപ്ലോയി ഈസ് ഓൺ ഏൺ ലീവ്, HRA and CCA are payable for a maximum period of. ഏൺ ലീവ് എടുക്കുന്ന സമയത്ത് HRA എത്ര കാലത്തേക്ക്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസും HRA ഒക്കെ എത്ര കാലത്തേക്ക് പരമാവധി കൊടുക്കും? 180 ഡേയ്സേക്ക് മാത്രമേ കൊടുക്കുള്ളൂ. 180 ദിവസം വരെ കൊടുക്കുള്ളൂ. അതിനുശേഷം HRA ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ചോദ്യം. അത് ഈ 180 ഡേയ്സിന് ഹാഫ് പേ ലീവ് ഒക്കെ എടുത്താൽ അത് തന്നെയാണ് കേട്ടോ വരുന്നത്. ഏൺ ലീവിന് മാത്രമല്ല, ഹാഫ് പേ ലീവ് എടുത്താലും 180 ഡേയ്സിന് ശേഷം HRA ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following is not a member of the family while claiming transfer TA? ട്രാൻസ്ഫർ TA ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമുക്കറിയേണ്ട, ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അയാളുടെ ഫാമിലി എന്ന് പറയുന്നത് ആരാണ്? ഫാമിലി ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. പക്ഷേ TA ക്ലെയിം ചെയ്യുന്ന കേസിൽ ഫാമിലി ആരാണ്? ആ വൈഫും മക്കളും മാത്രമാണ് അതിലുണ്ടാവുക. അതില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ പേരൻസ് ഓഫ് ദി ഓഫീസർ, ഓഫീസറിന്റെ അച്ഛനും അമ്മയും എന്തല്ല TA ക്ലെയിം ചെയ്യുന്ന കാര്യത്തിൽ ഫാമിലി മെമ്പേഴ്സ് അല്ല. അത് കുട്ടികളും വൈഫും കുട്ടികളും മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An employee was dismissed from service due to grave misconduct. He may be granted. ഒരാള് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ ഡിസ്മിസ് ചെയ്തു, സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. അയാൾക്ക് കൊടുക്കുന്ന അലവൻസിന് പറയുന്ന പേരാണ് കമ്പാഷനേറ്റ് അലവൻസ്. അതൊരിക്കൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം പീരീഡ് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻറ്റഡ് ടു ആൻ ഓഫീസർ ടേക്കിംഗ് അപ്പ് എംപ്ലോയ്മെന്റ് അബ്രോഡ് വിത്തിൻ ദ കൺട്രി ഡ്യൂറിംഗ് ദ, ഒരു സർവീസിലാകെ LWA അപ്പൻഡിക്സ് 12 പ്രകാരം ഉള്ള LWA ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ജോലി എടുക്കാൻ, ഗൾഫിലോ ഇന്ത്യയിലോ മറ്റൊരു ജോലി എടുക്കാൻ പരമാവധി എത്ര കാലത്തേക്ക് ലീവ് എടുക്കുന്ന. അത് 20 വർഷമായിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ അത് പരമാവധി 5 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട്. 5 വർഷത്തിന് ശേഷം ജോയിൻ ചെയ്തില്ല എങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നതാണ് ഇപ്പോൾ ഉള്ള ഉത്തരവ്. ഓക്കെ, അടുത്ത ചോദ്യം. മാക്സിമം ഫാമിലി പെൻഷൻ വിത്ത് എഫക്റ്റ് ഫ്രം 1/2021 അല്ലെ 1/7/2019 മുതലുള്ള പേ റിവിഷൻ പ്രകാരം ഇപ്പോൾ അറ്റ് പ്രസന്റ് മാക്സിമം ഫാമിലി പെൻഷൻ എത്ര രൂപയാണ്? ഫാമിലി പെൻഷനാണ് കേട്ടോ. 50,040 രൂപയാണ്. അതായത് നമ്മുടെ ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് 1,66,800 രൂപയാണ് നമ്മുടെ റണ്ണിങ് മാസത്തിന്റെ ഏറ്റവും കൂടിയ ഫിഗർ. ആ ഫിഗറിന്റെ ലാസ്റ്റ് ബേസിക് പേയുടെ 30% ആണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്റ്റ് ചെയ്യാവുന്ന മാക്സിമം ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 1,66,800ന്റെ 30%ആണ്. ദാറ്റ് ഈസ് 50,040 രൂപ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൻ ഓഫീസർ ഇൻ ഫോറിൻ സർവീസ് വിൽ ബി ഗ്രാൻറ്റഡ് ലീവ് ബൈ. ഫോറിൻ സർവീസിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഫോറിൻ സർവീസ് നിരവധി തവണ ഞാൻ പറഞ്ഞതാണ്, ഈ പറയണ്ടല്ലോ. ഗവൺമെന്റ് സർക്കാരിന്റെ റവന്യൂവിൽ നിന്നല്ലാതെ ശമ്പളം വാങ്ങുന്ന, അതൊക്കെ ഒരു മിക്കവാറും ഒക്കെ ഒരു പ്രോജക്റ്റ് പോലെയുള്ള സംവിധാനമായിരിക്കും അത്. അവിടെ ആരാണ് അയാൾക്ക് ലീവ് ഗ്രാൻറ്റ് ചെയ്യുക? ആ ഫോറിൻ എംപ്ലോയർ ആണ്. അതിൻ്റെ ജോലി കൊടുത്ത ആ എംപ്ലോയർ ആണ് അവിടെ ലീവ് പാസ്സാക്കുക. അടുത്ത ചോദ്യം. ദ റേറ്റ് ഓഫ് ഡെപ്യൂട്ടേഷൻ അലവൻസ് ഗ്രാൻറ്റഡ് ടു ഓഫീസേഴ്സ്
ഫോറിൻ സർവീസിൽ ഉള്ള ആൾക്കാർക്ക് ഡെപ്യൂട്ടേഷൻ അലവൻസ് എത്രയാണെന്നാ ചോദ്യം. അങ്ങനെ ഒരു ഡെപ്യൂട്ടേഷൻ അലവൻസ് ഇല്ല എന്നതാണ് ഉത്തരം. അതായത് ഫോറിൻ സർവീസിൽ പോകുന്ന ആൾക്കാർക്ക് മറ്റ് ഡെപ്യൂട്ടേഷൻ അലവൻസ് ഒന്നും തന്നെ ഇല്ല. ദാറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ. അടുത്ത ചോദ്യം, മാക്സിമം ഏൺ ലീവ് ദാറ്റ് ക്യാൻ ബി അക്യുമുലേറ്റഡ് ഇൻ ദ ലീവ് അക്കൗണ്ട്. ലീവ് അക്കൗണ്ടിൽ പരമാവധി കൂട്ടിയിടാവുന്ന ഏൺ ലീവ് എന്ന് പറയുന്നത് 300 ദിവസമാണ്. അത് തന്നെയാണ് നമ്മുടെ ടെർമിനൽ സെന്ററിന് അഡ്മിസിബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ? താഴെ പറയുന്നവയിൽ പെൻഷൻ കണക്ക് കൂട്ടാത്ത സർവീസ് ഏതാണ്? ഞാൻ വായിക്കാം. സസ്പെൻഷൻ പീരീഡ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി. സസ്പെൻഡ് ചെയ്തു, പക്ഷെ പിന്നീട് അത് കുഴപ്പമില്ല എന്നുള്ള നിലയ്ക്ക് അത് ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് കണക്ക് കൂട്ടും, കുഴപ്പമില്ല. ഫോറിൻ സർവീസും പെൻഷൻ കണക്ക് കൂട്ടും. പ്രൊവിഷണൽ സർവീസ് ബിഫോർ 1/10/94, 1/10/94 മുമ്പുള്ള താൽക്കാലിക സർവീസ്, ഡെയിലി വേജ് അല്ല കേട്ടോ, എംപ്ലോയ്മെന്റ് നിയമനം മൂലം 1/10/94 മുമ്പുള്ള സർവീസ് പെൻഷന് കണക്ക് കൂട്ടും. LWA അണ്ടർ റൂൾ 88 വിത്തൗട്ട് MC. റൂൾ 88 പ്രകാരം നമുക്ക് ലീവ് വിത്തൗട്ട് അലവൻസ് എടുക്കാം, പക്ഷേ അത് MC-യിലായിരിക്കണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റിലായിരിക്കണം. വിത്തൗട്ട് MC എവിടെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ വിത്തൗട്ട് MC-യിൽ ഒരാൾ LWA എടുത്താൽ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലീവ് വിത്തൗട്ട് അലവൻസ് എടുത്താൽ ആ പീരീഡ് പെൻഷന് കണക്ക് കൂട്ടുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്മ്യൂട്ടേഷൻ ഫാക്ടർ ഫോർ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഓഫ് ആൻ എംപ്ലോയർ ഹു റിട്ടയർഡ് അറ്റ് ദ ഏജ് ഓഫ് 55. 55-ാമത്തെ വയസ്സിൽ ഒരു ആള് റിട്ടയർ ചെയ്താൽ അയാൾക്ക് കണക്ക് കൂട്ടുന്ന കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എത്രയാണ്? നമുക്കറിയാം 56-ാമത്തെ വയസ്സാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുക. 56-ാമത്തെ വയസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് 11.1 കമ്മ്യൂട്ടേഷൻ ഫാക്ടർ. ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വയസ്സ് കുറയും തോറും കമ്മ്യൂട്ടേഷൻ ഫാക്ടർ കൂടി വരും, നമുക്ക് കിട്ടുന്ന സംഖ്യ കൂടും, കമ്മ്യൂട്ടേഷൻ സംഖ്യ വയസ്സ് കൂടുന്തോറും. ഇപ്പൊ 56-ന് പകരം 57 ആയാൽ ഈ 11.1 എന്ന് പറയുന്നത് വീണ്ടും കുറയും. ഇവിടെ 55-ാമത്തെ വയസ്സിൽ കൊടുക്കുന്ന ഗവൺമെന്റ് ടേബിൾ വെച്ചിട്ട് ഉള്ള കണക്കനുസരിച്ച് 11.42 നമുക്ക് കമ്മ്യൂട്ടേഷൻ ഫാക്ടർ 55 വയസ്സിൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം, ദ മാക്സിമം പീരീഡ് ഓഫ് ബാർ സർവീസ് അലൗഡ് ആസ് ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ. അതായത് കോടതി പരിചയം, കോടതിയിൽ വക്കീലായിട്ടുള്ള പരിചയം ആവശ്യമുള്ള ചില തസ്തികകളുണ്ട്. ആ തസ്തികകളിൽ ഒരാൾക്ക് ജോലി കൊടുത്തു കഴിയുമ്പോൾ അയാളുടെ കോടതി പരിചയത്തിലുള്ള സർവീസ് പെൻഷൻ കണക്കൂട്ടും. അതിനാണ് നമ്മൾ ബാർ സർവീസ് എന്ന് പറയുന്നത്. അത് പല പോയിന്റുകളുണ്ട്. അതിൽ 25 വയസ്സിന് മുകളിൽ ഉള്ള സമയത്തുള്ള ബാർ സർവീസ് മാത്രമേ കൂട്ടുള്ളൂ എന്നുള്ള ഒരു റൂൾ ഉണ്ട്. മറ്റൊന്ന്, എത്ര കാലത്തേക്ക് കൂട്ടുമെന്നാ ചോദ്യം. 10 വർഷം വരെ കൂട്ടും. ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചോദ്യം ഇതാണ്, ദ മാക്സിമം പീരീഡ് ഓഫ് ബാർ സർവീസ് അലൗഡ് ആസ് ക്വാളിഫയിങ് സർവീസ് 10 years. ആൻസർ 10 years. അതായത് കോടതിയിലെ വക്കീലായിട്ട് പരിചയം ഉള്ള വേണ്ട ചില തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിൽ അവർക്ക് കോടതി പരിചയത്തിലുള്ള 10 വർഷം വരെയുള്ള സർവീസ് പെൻഷന് ക്വാളിഫയിങ് സർവീസ് ആയിട്ട് കണക്ക് കൂട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an employee service begins 1/12/2017 and half a leave at his credit on 1/12/2018 FN. അതായത് 1/12/2017 ജോയിൻ ചെയ്ത ഒരാള് 1/12/2018 ആവുമ്പോൾ ഒരു കൊല്ലമായി. അയാളുടെ ക്രെഡിറ്റിൽ എത്ര ഹാഫ് പേ ലീവ് ചേർക്കാം? ഒരു വർഷം പൂർത്തിയായി, അപ്പൊ നമുക്ക് 20 ഹാഫ് പേ ലീവ് അയാളുടെ ക്രെഡിറ്റിൽ ചേർക്കാം. 20 ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഓൺ ട്രാൻസ്ഫർ വെൻ ദർ ഈസ് ചേഞ്ച് ഓഫ് സ്റ്റേഷൻ മാക്സിമം ജോയിൻ ടൈം അഡ്മിസിബിൾ. സ്റ്റേഷൻ ചേഞ്ച് ചെയ്തു ഒക്കെയുള്ള ട്രാൻസ്ഫറിന് മാക്സിമം ജോയിനിങ് ടൈം എത്രയാണ്? മാക്സിമം ജോയിൻ ടൈം 30 ദിവസമാണ്. 30 ദിവസം. അത് പലപ്പോഴും നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ, കേരളത്തിന് പുറത്തേക്കുള്ള ട്രാൻസ്ഫറുകൾക്കൊക്കെയാണ് അത്തരത്തിൽ 30 ദിവസം അനുവദിച്ചു കൊടുക്കുക. അപ്പൊ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ മാക്സിമം എത്ര വരെയാണെന്ന ചോദ്യം, അതുകൊണ്ട് നമ്മൾ പറയുന്നു 30 days. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് ഓഫ് പേഴ്സണൽ എഫക്ട്സ് ഈച്ച് ആൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഗ്രേഡ് 3 ഓഫീസർ. ഗ്രേഡ് 3 ഓഫീസർക്ക് 1/2/2021 മുതലുള്ള
കയറ്റിറക്ക് കൂലി, ട്രാൻസ്ഫറിൽ കയറ്റിറക്ക് കൂലി നമുക്ക് വാങ്ങാം. അത് ഗ്രേഡ് 3 ഓഫീസർ ആയതുകൊണ്ട് കയറ്റിറക്ക് കൂലി ഇപ്പൊ 2021 മുതൽ 450 രൂപയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്വാളിഫയിങ് സർവീസ് ഓഫ് 28 years and 6 months ഫോർ പെൻഷൻ വിൽ ബി റൗണ്ടഡ് ടു. 28 വർഷവും 6 മാസവും റൗണ്ട് ചെയ്യും. ജനറൽ റൗണ്ടിങ് ആണ്, കോമൺ റൗണ്ടിങ് ആണ്. അത് 29 വർഷമായിട്ട് റൗണ്ട് ചെയ്യും. അത് ആൻസർ ഈസ് 29, 29 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a separated day will be allowed to an officer on tour for his journey by road from Kattukatos to an outstation if the distance between the station exceeds. അയാൾ യാത്ര ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഔട്ട് സ്റ്റേഷനിൽ യാത്ര ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് എത്ര കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ ഒരു ദിവസം കൂടി അനുവദിക്കും എന്നാണ് ചോദ്യം. 50 കിലോമീറ്ററിന് കൂടുതലാണെങ്കിൽ ഒരു ദിവസവും കൂടെ കിട്ടും. 50 കിലോമീറ്ററിന്റെ അകത്താണെങ്കിൽ രാവിലെ പോവാ, വൈകുന്നേരം വരാം. 50 കിലോമീറ്ററിന്റെ പുറത്താണ് ദൂരമെങ്കിൽ ഇപ്പൊ 51 കിലോമീറ്റർ അല്ലെ 50 കിലോമീറ്റർ തന്നെ ആയിക്കോട്ടെ, 50 കിലോമീറ്റർ ആണെങ്കിൽ അയാൾക്ക് തലേന്ന് പോകാം, ഒരു ദിവസം കൂടി അയാൾക്ക് അധികം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ബേസിക് പെൻഷൻ വിത്ത് എഫക്ട് ഫ്രം 2021 മുതൽ 19 പെർവിഷൻ 1/7/2019 മുതൽ മാക്സിമം ബേസിക് പെൻഷൻ എത്രയാണെന്ന ചോദ്യം. അത് 83,400 രൂപയാണ്. 83,400 രൂപയാണ് മാക്സിമം ബേസിക് പെൻഷൻ. കാരണം 1,66,800 ആണ് നമ്മളെ മാക്സിമം പേ എന്ന് പറയുന്നത്. ഈ സ്കെയിലിൽ അതിന്റെ പകുതിയാണ് മാക്സിമം കൊടുക്കാൻ പറ്റുക. 30%, 30 ഇയേഴ്സ് സർവീസ് ഉണ്ടെങ്കിൽ. അപ്പോൾ 83,400 രൂപയാണ് മാക്സിമം ബേസിക് പെൻഷൻ. അത് നമ്മൾ ശ്രദ്ധിക്കണം. പുതിയ പേറിഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ ചോദ്യമാണത്. അത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ കാഷ്വൽ ലീവ് ഫോർ ടീച്ചേഴ്സ് ഇൻ എ കലണ്ടർ ഇയർ. ഒരു കലണ്ടർ ഇയറിൽ അധ്യാപകർക്ക് എത്ര കാഷ്വൽ ലീവ് ആണ്? നമുക്കറിയുന്ന കാര്യമാണ്, 15 ദിവസമാണ്. അധ്യാപകരല്ലാത്തവർക്ക് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനാണെങ്കിൽ 20 ദിവസവും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൻ ഓഫീസർ ഹോൾഡ്സ് അറ്റ് 3 ഡിഫറെന്റ് ഔട്ട് സ്റ്റേഷൻസ് ഓൺ ദ സെയിം ഡേ, the daily allowance for halt is calculated considering. 3 ഡിഫറെന്റ് സ്റ്റേഷനിൽ ഒരു ഓഫീസർ ഹാൾട്ട് ചെയ്തു. അപ്പൊ ഡെയിലി അലവൻസ് ഹാൾട്ടിന് കണക്ക് കൂട്ടുന്നത് എന്ത് പരിഗണിച്ചിട്ടാണ്? ആൻസർ, ദ ടോട്ടൽ അവേഴ്സ് സ്പെൻഡ് ഓൺ ഹാൾട്ട് അറ്റ് ഓൾ ദ സ്റ്റേഷൻ. ആ ഓരോ സ്റ്റേഷനിലെയും ഹാൾട്ടായ സമയം കണക്ക് കൂട്ടി എടുത്തിട്ടാണ് അയാൾക്ക് കൊടുക്കുന്ന ഡെയിലി അലവൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാക്സിമം ഏൺ ലീവ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ആസ് ലീവ് പ്രിപ്പറേറ്ററി ടു LPR ആയിട്ട്. അയാൾ LPR എന്ന് പറഞ്ഞാൽ അറിയാലോ. LPR എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റിൽ എത്രത്തോളം ലീവുകൾ ഉണ്ടോ അതൊക്കെ എടുത്തിട്ട് ആ ലീവ് എടുത്തുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോവാണ്. ഇപ്പൊ 6 മാസം നമ്മുടെ ക്രെഡിറ്റിൽ 300 ഏൺ ലീവ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ റിട്ടയർ ചെയ്യുന്നതിന് 300 ദിവസം മുമ്പ് നമുക്ക് പിരിഞ്ഞു പോയി LPR എടുത്തിട്ട്, ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് എടുത്തിട്ട് നമുക്ക് പിരിഞ്ഞു പോകാം. ആ 300 ദിവസവും നമുക്ക് ശമ്പളം കിട്ടും. അതിനുശേഷം നമ്മൾ പെൻഷൻ വാങ്ങുള്ളൂ. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അത് ഏൺ ലീവ് ആണ്. എത്ര ദിവസം വരെ എടുക്കാം? 300 ദിവസം വരെ എടുക്കാൻ പറ്റും. കാരണം ഏൺ ലീവ് നമുക്ക് ക്രെഡിറ്റിൽ വെക്കാവുന്ന 300 പരമാവധി സറണ്ടർ ചെയ്യാവുന്ന 300. അപ്പൊ ലീവ് എടുക്കാൻ പറ്റുന്നത്, ഏൺ ലീവ് എടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി 300 ദിവസമാണ്. എങ്ങനെ? LPR ആയിട്ട്. അടുത്ത ചോദ്യം, ദ ആവറേജ് എമോലുമെന്റ്സ് ഓഫ് ആൻ ഓഫീസർ ഓൺ റിട്ടയർമെന്റ് ഈസ് 44,987.42. ഹിസ് ക്വാളിഫൈങ് സർവീസ് ഈസ് 32 years. ഹിസ് ബേസിക് പെൻഷൻ വിൽ ബി. അപ്പൊ നോക്ക്, 44,987.42 ഒരാളുടെ ആവറേജ് എമോലുമെന്റ്സ്. അപ്പൊ 0.42 നമ്മൾ റൗണ്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ബാക്കി കിട്ടുക 44,987 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് പെൻഷനെ സംബന്ധിച്ച്, മനക്കണക്കാണ്. ക്വാളിഫയിങ് സർവീസ് 32 വർഷമുണ്ട്. അപ്പൊ പെൻഷനെ സംബന്ധിച്ച് 32ന്റെ ആവശ്യമില്ല. ഫുൾ പെൻഷൻ കിട്ടണമെങ്കിൽ 30 വർഷം മതി. അങ്ങനെ 30 വർഷം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? ഈ ആവറേജ് എമോലുമെന്റ്സിന്റെ പകുതി പെൻഷനായി കിട്ടും. അപ്പോൾ 44,987ന്റെ പകുതി, അതായത് 22,493.5 എന്ന് കിട്ടും. ആ 0.5 റൗണ്ട് ചെയ്തിട്ട് തൊട്ടടുത്ത ഫിഗർ ആക്കുക. അപ്പൊ 22,494 കിട്ടും. നിങ്ങളിത് ഞാൻ ഈ മനസ്സിൽ പറഞ്ഞ ഒന്ന് ചെയ്തു നോക്ക്, അത് മനസ്സിലാവും. ബേസിക്
44,987.42 ആവറേജ് എമോലുമെന്റ്. 32 വർഷം സർവീസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ബേസിക് പെൻഷൻ ഡ്യൂ ടു എ റിട്ടയർഡ് എംപ്ലോയി ഈസ് 32,700 വിത്ത് എഫക്ട് ഫ്രം 1/7/2017, മാക്സിമം എമൗണ്ട് ഓഫ് ദാറ്റ് ക്യാൻ ബി കമ്മ്യൂട്ടഡ് ഈസ്. ഓക്കെ, അതായത് 32,700 രൂപയാണ് ഒരാളുടെ ബേസിക് പെൻഷൻ. ആ മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി കമ്മ്യൂട്ടഡ് ഈസ് അതിൽ എത്ര എമൗണ്ട് അയാൾക്ക് കമ്മ്യൂട്ട് ചെയ്യാം? നമുക്കറിയാം കമ്മ്യൂട്ട് ചെയ്യാവുന്നത് 40%. അപ്പോൾ 32,700ന്റെ 40%, അതായത് 13,080 രൂപയാണ് അയാൾക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ബേസിക് പേ. അപ്പൊ എങ്ങനെ കണക്ക് കൂട്ടും? 13,080 ഗുണിക്കണം 12 ഗുണിക്കണം 11.1. ആ കിട്ടുന്ന സംഖ്യയാണ് അയാൾക്ക് കമ്മ്യൂട്ടേഷൻ വാല്യൂ ആയിട്ട് കിട്ടുക. 12 വർഷം ഗുണിക്കണം കമ്മ്യൂട്ടേഷൻ ഫാക്ടർ 11.1. റിട്ടയർ ചെയ്യുന്ന ദിവസം വർഷം പറഞ്ഞില്ല, എന്നാലും ഞാൻ 56-ലാണെന്ന് വിചാരിച്ചങ്ങ് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൻ എംപ്ലോയി ഡൈഡ് വൈൽ ഹി ഹാഡ് 8 years ഓഫ് ക്വാളിഫയിങ് സർവീസ്. ഇഫ് ഹിസ് ലാസ്റ്റ് പേ വാസ് എക്സ് ആൻഡ് DA Y, ദ DCRG അഡ്മിസിബിൾ ടു ഹിസ് ഹെയർ ഈസ്. ഒരു ഉദ്യോഗസ്ഥൻ 8 വർഷത്തെ ക്വാളിഫയിങ് സർവീസ് ഉണ്ടായി അയാൾ മരണപ്പെട്ടു. അയാൾക്ക് കിട്ടുന്ന അയാളുടെ ബേസിക് പേ എക്സ് ആയിരുന്നു, DA Y ആയിരുന്നു. അങ്ങനെയാണ് അയാൾക്ക് കിട്ടുന്ന എമോലുമെന്റ്സ് ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു 5 വർഷത്തിന് മേലെ സർവീസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾക്ക് അവസാന പേ പ്ലസ് DAയുടെ 12 ഇരട്ടി കിട്ടുന്ന റൂള്. 5 വർഷത്തിന് മുകളിൽ സർവീസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. 5 വർഷത്തിൽ താഴെയാണ്, 1 വർഷത്തിൽ മേലെയാണെങ്കിൽ 6 ഇരട്ടി കിട്ടും പേ പ്ലസ് DAയുടെ. അപ്പൊ ഇവിടെ പേ പ്ലസ് DAയുടെ 12 മടങ്ങാ കിട്ടുക. സോ 12 ടൈംസ് ഓഫ് എക്സ് പ്ലസ് വൈ. എക്സ് പേയും വൈ DA എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പേയും DAയും കൂടെ കൂട്ടിയ സംഖ്യയുടെ 12 മടങ്ങ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സീനിയർ സൂപ്രണ്ട് ഹാവിംഗ് 20 years of total service proceeded on leave without allowance under Appendix 12A before completing his probation in that cadre on return from LW. അതായത് ഒരു ഉദ്യോഗസ്ഥൻ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാതെ അപ്പൻഡിക്സ് 12 പ്രകാരം ലീവ് എടുത്താൽ അയാൾ തിരിച്ചു വരുമ്പോൾ പിന്നെ പ്രൊബേഷൻ 1 എന്ന് തൊട്ട് തുടങ്ങണം. അതാ റൂള്. അതാണ് ചോദ്യം. അതിന്റെ ആൻസർ അടക്കമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഓഫീസർ ഡൈഡ് ആഫ്റ്റർ 3 months ഓഫ് ഹിസ് എൻട്രി ഇൻ സർവീസ്. ഇപ്പൊ പറഞ്ഞ ചോദ്യം വേറെ രൂപത്തിൽ വന്ന് DCRG പേയബിൾ ടു ഹിസ് ഫാമിലി. ഒരു ഉദ്യോഗസ്ഥൻ 3 മാസത്തെ സർവീസ് ഉള്ളൂ, ആകെ 3 മാസം, അതിനുശേഷം മരണപ്പെട്ടു. അങ്ങനെയാണ് അയാൾക്ക് DCRG എത്ര കൊടുക്കും? 1 വർഷത്തിൽ താഴെയാണല്ലോ, അപ്പൊ DCRG 2 മാസത്തെ കൊടുക്കും. 2 മാസത്തെ പേ പ്ലസ് DAയുടെ 2 മാസം, അതായത് 2 months എമോലുമെന്റ്സ് എന്നാണ് പറയുക, പേ പ്ലസ് DA. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An employee on transfer is appointed to a new post while he was in transit. He is not eligible for. അതായത് ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ അയാൾക്ക് ട്രാൻസിറ്റ് പീരീഡ് ഉണ്ട്. ട്രാൻസിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 6 ദിവസം പ്രിപ്പറേഷനും 1-2 ദിവസം ജേർണി ടൈമും. അപ്പോൾ അയാൾ ആ പീരീഡിലാണ് ഉള്ളത്. ഇവിടുന്ന് റിലീവ് ചെയ്തു, ഈ പ്രിപ്പറേഷൻ ടൈമിലാണ് ഉള്ളത്. ആ സമയത്ത് അയാൾക്ക് ഒരു പുതിയ തസ്തികയിലേക്ക് നിയമനം കിട്ടി. അങ്ങനെ വന്നാൽ അയാൾക്ക് ഹീസ് നോട്ട് എലിജിബിൾ ഫോർ. അയാള് എന്തിന് എലിജിബിൾ അല്ല? എ സെക്കൻഡ് പീരീഡ് ഓഫ് പ്രിപ്പറേഷൻ എലിജിബിൾ അല്ല. ഇത് രണ്ടിനും കൂടി ഒറ്റ പ്രിപ്പറേഷനേ കിട്ടുള്ളൂ. അതായത് പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ തയ്യാറെടുപ്പ് കാലം 6 ദിവസമാണ്. അത് ആദ്യത്തെ അതിന് മാത്രമേ കിട്ടുന്നുള്ളൂ. രണ്ടാമത് ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ വീണ്ടും ഒരു സെക്കൻഡ് പീരീഡ് ഓഫ് പ്രിപ്പറേഷൻ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിനിമം ക്വാളിഫയിങ് സർവീസ് റിക്വയർഡ് ഫോർ ടേക്കിംഗ് വോളണ്ടറി റിട്ടയർമെന്റ്. വോളണ്ടറി റിട്ടയർമെന്റിന് എത്ര സർവീസ് ഉണ്ടായിരിക്കണം? മിനിമം 20 വർഷം ഉണ്ടായിരിക്കണം. റൗണ്ട് ചെയ്താൽ പറ്റൂല. കൃത്യമായിട്ട് കറക്റ്റ് 20 years ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഈസ് പെൻഡിങ് അഗേൻസ്റ്റ് ആൻ ഓഫീസർ അറ്റ് ദ ടൈം ഓഫ് ഹിസ് റിട്ടയർമെന്റ്, ഹി ക്യാൻ ബി ഗ്രാൻഡഡ്. ഒരു നടപടിക്രമം ബാക്കി എന്നാൽ അയാൾക്ക് എന്ത് ഗ്രാന്റ് ചെയ്യാവുന്നതാണ്? പ്രൊവിഷണൽ പെൻഷൻ കൊടുക്കാവുന്നതാണ്.
അടുത്ത ചോദ്യം. ഇൻ ദ കേസ് ഓഫ് ആൻ ഓഫീസർ ഹു ഡൈഡ് ഇൻ സർവീസ് ഓൺ 10/12/2018 ഹിസ് വൈഫ് ഈസ് എലിജിബിൾ ഫോർ ഫാമിലി പെൻഷൻ ഫ്രം. നോക്കണേ, ഡിസംബർ 10 മരണപ്പെട്ടു. 2018 ഡിസംബർ 10 മരണപ്പെട്ട ഒരാൾക്ക് പിറ്റേ ദിവസം മുതൽ ഫാമിലി പെൻഷൻ കൊടുക്കാം. ഹിസ് വൈഫ് ഈസ് എലിജിബിൾ ഫോർ ഫാമിലി പെൻഷൻ ഫ്രം 11/12/2018. ചോദ്യം സ്റ്റൈല് പോയ പോക്കണ്ടില്ലേ, നിങ്ങൾ മനസ്സിലാക്കിക്കോളണം ഇതൊക്കെ കേട്ടോ. അതേ സമയത്ത് ഒരാൾക്ക് പെൻഷൻ സാലറി വാങ്ങിയിട്ടാണെങ്കിൽ അത് ആ ഒരു സാഹചര്യം വരുമ്പോൾ പറയാം, അതാവും നന്നാവുക. ഇപ്പോൾ 10-ാം തീയതി ഡിസംബർ 10 മരണപ്പെട്ട ഒരു വ്യക്തി, ഒരു ഉദ്യോഗസ്ഥൻ, അയാളുടെ വൈഫിന് മരണപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കുന്ന പെൻഷൻ ആണല്ലോ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് മുതൽ കിട്ടുന്ന തൊട്ടടുത്ത ദിവസം 11/12/2018 മുതൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേ ഓഫ് ആൻ എംപ്ലോയി ഈസ് ഓൺ 1/3/2018 ഈസ് 42,500. ഹി റിട്ടയർഡ് ഓൺ സൂപ്പറാനുവേഷൻ 31/12/18. After completion of a qualifying service of 25 years, what will be his DCRG? DA 15%. അപ്പോൾ 25 പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ബേസിക് പേ 42,500 അയാളുടെ. റിട്ടയർ ചെയ്തിരിക്കുന്നത് 31/12/2018 റിട്ടയർ ചെയ്തു. അപ്പോൾ 25 വർഷം സർവീസ് ഉണ്ടായിരുന്നു. DCRG എത്രയായിരിക്കും? DA 15%. അപ്പോൾ ബേസിക് പേ 42,500 ഗുണിക്കണം അതിൻ്റെ 15%. അതിൻ്റെ 15% എന്ന് പറയുന്നത് 63,75 കിട്ടുക. 6,375 കിട്ടുക. രണ്ടും കൂടെ കൂട്ടിയാൽ 48,875 കിട്ടും. ലാസ്റ്റ് മന്ത് എമോല്യൂമെന്റ് എന്ന് പറയുന്നത് 25 വർഷം സർവീസാണ്. 25 വർഷം സർവീസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന DCRG എത്രയായിരിക്കും? ഒരു വർഷത്തേക്ക് അരമാസത്തെ ശമ്പളം. അപ്പോൾ ഈ സംഖ്യ 48,875-നെ 12.5 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 25ന്റെ പകുതി. ഒരു വർഷത്തേക്ക് അരമാസം എന്ന് പറയുമ്പോൾ 25 വർഷത്തേക്ക് 12.5 മാസത്തെ ശമ്പളം കിട്ടുക. ഓക്കെ. വൈൽ കാൽക്കുലേറ്റിംഗ് ദ കമ്മ്യൂട്ടേഷൻ എമൗണ്ട് ഓഫ് പെൻഷൻ, എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ? ഫ്രാക്ഷൻ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. അത് കമ്മ്യൂട്ടേഷൻ എമൗണ്ട് കൂട്ടുമ്പോൾ, അതായത് 40% കൂട്ടുമ്പോൾ കമ്മ്യൂട്ടേഷന് റൗണ്ട് ചെയ്യരുതെന്ന 40% എടുക്കുമ്പോൾ. പക്ഷേ അവസാനം 40% പ്ലസ് ഇൻറ്റു 12 ഇൻറ്റു 11.8 കഴിഞ്ഞ് കിട്ടുന്ന സംഖ്യ നമുക്ക് റൗണ്ട് ചെയ്യാം. അല്ലാതെ ഈ 40% തന്നെ റൗണ്ട് ചെയ്യുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയൊരു സംഖ്യയിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 40% കണക്ക് കൂട്ടുമ്പോൾ ആ 40% എടുക്കുമ്പോൾ വരുന്ന ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ഫിഗർ അത് റൗണ്ട് ചെയ്തിരുന്നതാണ്. സോ ഹിയർ ദ ആൻസർ ഐ തിങ്ക് ഫ്രാക്ഷൻ ഇഫ് എനി ഹാസ് ടു ബി ഇഗ്നോർഡ്. ഇത് ചോദ്യം ക്ലിയർ അല്ല, എപ്പോഴാണെന്ന ചോദ്യമല്ല. അതുകൊണ്ട് ഒന്നുകിൽ ആ ചോദ്യത്തിൻ്റെ ഒരു പിന്നെന്താ പറയണ്ടേ, അതിൻ്റെ അർത്ഥം അവസാനമാണെങ്കിൽ റൗണ്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An employee and his wife died in an accident. They were survived by father of the employee and unmarried and unemployed daughter aged 21-23. Family pension is payable to. ഈ ഫാമിലി പെൻഷൻ കൊടുക്കുന്നതിനൊരു ഓർഡർ ഉണ്ട്. ഇന്നയാള്, അത് കഴിഞ്ഞാൽ ഇന്നയാള്, അത് കഴിഞ്ഞാൽ ഇന്നയാള്, അത് കഴിഞ്ഞാൽ ഇന്നയാളെന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്. അപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ പിന്നെ ഭാര്യയും ഭർത്താവ് രണ്ടുപേരും മരണപ്പെട്ടു. അപ്പോൾ പിന്നെ അടുത്ത ആരാന്ന? അച്ഛനുണ്ട്, 2 മക്കളുണ്ട്, 21, 23 വയസ്സായ അൺഎംപ്ലോയിഡ്, അൺമാരീഡ് ആൻഡ് അൺഎംപ്ലോയിഡ് ഡോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആർക്കാ ഈ ഫാമിലി പെൻഷൻ കൊടുക്കാന്ന്? അത് ഏറ്റവും മുതിർന്ന പെൺകുട്ടിക്കാണ്. അൺമാരീഡ്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഏറ്റവും മുതിർന്ന 23 വയസ്സാണ് ഇവിടെ പറഞ്ഞ് ആ കുട്ടിക്കാണ് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൻ എംപ്ലോയി റിട്ടയർഡ് ഓൺ 31/7/2018 വിത്ത് എ ബേസിക് പെൻഷൻ 36,900. If he applied for commutation, the maximum amount of pension, his reduced pension is 36,900 അവസാനത്തെ ബേസിക് പെൻഷൻ. അതിൽ നിന്നാണ് അയാൾ കമ്മ്യൂട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ബാക്കി കിട്ടുന്ന റെഡ്യൂസ്ഡ് പെൻഷൻ എത്രയായിരിക്കും? പരമാവധി കമ്മ്യൂട്ട് ചെയ്യുക എത്രയാ? 40%. ബാക്കി കിട്ടുക എത്രയാ? ഇതിന്റെ 60%. അപ്പം ഇതിന്റെ 60%, 36,900-ന്റെ 60% എടുത്താൽ എന്തായി? റെഡ്യൂസ്ഡ് പെൻഷനായി. 40% അല്ല, 60% ബാക്കി നമുക്ക് കിട്ടുക. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം ലീവ് നോട്ട് ഡ്യൂ ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ടു എ പെർമനന്റ് ഓഫീസർ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു എന്താ പറയണ്ടേ, ഒരു ഉദ്യോഗസ്ഥന് പെർമനന്റ് ഓഫീസർക്ക് എത്ര LND അഥവാ ലീവ് നോട്ട് ഡ്യൂ എടുക്കാം? ഒരു സമയത്ത് 90 ദിവസം എടുക്കാൻ പറ്റുള്ളൂ. സർവീസിൽ ത്രൂ ഔട്ട് ആണെങ്കിലോ 360 ദിവസം എടുക്കാം. ഓക്കെ. നെക്സ്റ്റ്, മാക്സിമം ഹാഫ് പേ ലീവ് ദാറ്റ് ക്യാൻ ബി അക്യുമുലേറ്റഡ് ഇൻ ദ ലീവ് അക്കൗണ്ട് ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ ലീവ് അക്കൗണ്ടിൽ ചേർക്കാൻ പറ്റുന്ന പരമാവധി ഹാഫ് പേ ലീവ് എത്രയാണ്? ഉത്തരം എന്താ? അതിനൊരു ലിമിറ്റ് ഇല്ല. ഹാഫ് പേ ലീവ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ലീവ് അക്കൗണ്ടിൽ ചേർക്കാം. കുറെ സമയമായി തോന്നുന്നു. നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിവിടെ അവസാനിപ്പിക്കാം. എല്ലാ ചോദ്യത്തിനും ഞാൻ എക്സ്പ്ലനേഷൻ തന്നിട്ടാണ് ചെയ്യുന്നത്. പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ആശംസകൾ. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.